അതാ ഉത്സവം. അതാണ് പാവകളി. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. സുന്ദരിയേ സുന്ദരിയേ ചെന്തമിഴിൽ പെൺകോടിയേ മഞ്ഞൾ മണം പൂസി വരും മാർഗഴിതൽ പൈങ്കിളിയേ. ഈ പാട്ട് കണ്ടോ, ഞാൻ പറഞ്ഞേ എത്ര ഇപ്പോഴും നമ്മള് പിന്നെ ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാതെ മാത്രല്ല ഈ ഗാനമേള വേദികളില് ഈ പാട്ടില്ലാത്ത. അതെ അതെ സത്യം. ഇപ്പൊ സുന്ദരി സുന്ദരിയാണല്ലോ നമ്മളിപ്പോ തുടങ്ങി പറഞ്ഞത്. അപ്പൊ മരവത്തൂർ കനവില് പിന്നിൽ ഒരു കഥയുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീനിവാസൻ സാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥ. അതെന്നായിരുന്നു സംഭവം? അല്ല, ആ സിനിമയ്ക്ക് കഥ ഉണ്ടാക്കാൻ വേണ്ടി നടന്നതൊരു കഥയാണ്. എനിക്കൊരു വേണ്ടിയിട്ട് സിനിമ സ്ക്രിപ്റ്റ് എഴുതാമെന്ന് പുള്ളി സമ്മതിച്ചു. പിന്നെ കഥയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആ സമയത്തൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കും. അപ്പോൾ ആ ലൊക്കേഷനുകളിലൊക്കെ പോയിട്ട് ഞാനൊരു റൂം എടുത്ത് താമസിക്കും. എന്നിട്ട് പുള്ളി ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴാണ് ഡിസ്കഷൻ. ശ്രീനേട്ടൻ്റെ തിരക്കഥയുടെ ഒരു പ്രത്യേകതയുണ്ട്, ഭയങ്കര പ്രിസിഷനാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് ഇല്ല. ഫസ്റ്റ് ഹാഫിൻ്റെ 1 ലൈനും സെക്കൻഡ് ഹാഫിൻ്റെ കഥയും മാത്രം വെച്ചിട്ടാണ് സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. എൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പം ആദ്യത്തെ ദിവസം സെക്കൻഡ് ഹാഫിൽ അവസാനത്തിൽ വരുന്ന ഒരു സീനാണ് ആദ്യം ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് പറയാൻ ധൈര്യമില്ല, കാരണം ഫസ്റ്റ് ഹാഫിനെ 1 ലൈനുള്ളൂ, സീൻ ഓർഡർ ഉള്ളൂ. സെക്കൻഡ് ഹാഫിന് സീൻ ഓർഡർ പോലും ഇല്ല. പക്ഷെ ആ കുഴപ്പമില്ല, നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് രാവിലെ അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ പുറത്ത് പോയിട്ട് നിൽക്കുമ്പോൾ പുള്ളി 62 എന്ന് സീൻ നമ്പർ എഴുതിയിട്ടൊരു സീൻ തരികയാണ്. അപ്പോൾ അത് സെക്കൻഡ് ഹാഫിൽ 1 ലൈൻ പോലും ഇല്ലാത്തൊരു സിനിമയുടെ 62ാമത്തെ സീനാണ് എഴുതി തരുന്നത്. അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അദ്ദേഹത്തിന്, അത് ഇപ്പോഴും ആ സിനിമയെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഈ ശ്രീനി സാർ ഈ കഥ എഴുതി തന്നതിന്റെ പിന്നിൽ ഒരു കഥയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പ്രൊഡ്യൂസേഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിക്കാരൻ എഴുതുന്ന കഥകൾ അങ്ങനെ പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കത്തില്ല. പക്ഷെ ഇതിൽ ഡയറക്ടർ ആരാണ് എന്ന്, അതായത് ലാൽ ജോസ് എന്നുള്ള ഒരു പേര് കേട്ടപ്പോഴാണ് അതിന്റെ പിന്നിലുള്ള ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഡോക്ടറാണെന്ന് പറഞ്ഞൊരു സിനിമ, അതിൽ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അലക്സാണ്ടർ മാത്യു പോയപ്പള്ളിയും ഡോക്ടർ ബ്രൈറ്റ് രണ്ടുപേരാണ്. അപ്പോൾ അവരാണ് എന്നോട് അവരുടെ അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഒഴിവാവാൻ വേണ്ടിയിട്ട്, കാരണം ആ സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു കൊച്ചൊക്കെ ആയി, അസിസ്റ്റന്റ് ഡയറക്ടറുടെ ദാരിദ്ര്യത്തിൽ നിന്ന് കുറച്ച് മാറ്റം വന്നു. അസോസിയേറ്റ് ആകുമ്പോൾ കുറച്ച് കൂടുതൽ പൈസ കിട്ടി തുടങ്ങി. ഒരു പടം ചെയ്ത് അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ സിനിമയും ചെയ്യാൻ പറ്റില്ല, അസോസിയേറ്റ് ആയിട്ട് ആരും വിളിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ശ്രീനിവാസനോ ലോഹിതദാസോ സ്ക്രിപ്റ്റ് തരുവാണെങ്കിൽ ആലോചിക്കാം. ഞാനില്ലെന്ന്, കാരണം ഇവർ രണ്ടുപേരും കിട്ടില്ല എന്ന് എനിക്ക് അത്ര ഉറപ്പ്. അന്നത്തെ മെയിൻ ഡയറക്ടേഴ്സ് മുഴുവൻ അവരുടെ തിരക്കഥയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ സിനിമയിൽ ശ്രീനേട്ടൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലക്സും ബ്രൈറ്റും വൈകുന്നേരത്തെ അവരുടെ കൂടലിനിടയിൽ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത പടത്തിന് സ്ക്രിപ്റ്റ് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനേട്ടൻ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ ഒരു സ്ക്രിപ്റ്റ് എഴുതണമെന്ന് തീരുമാനിക്കുന്നത് ഡയറക്ടർ ആരാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഈ പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസിനെയാണ് ഞങ്ങൾ അടുത്ത പടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, അവനാണെങ്കിൽ ഞാൻ എഴുതാമെന്ന്. അന്നത്തെ ശ്രീനേട്ടൻ്റെ ആ ഒരു വാക്കാണ് ഞാനൊരു ഡയറക്ടർ ആവാൻ കാരണം അല്ലെങ്കിൽ എനിക്ക് പോലും ആ ധൈര്യം ഉണ്ടാവില്ല. ശ്രീനേട്ടൻ എന്നെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കോൺഫിഡൻസ് തന്ന കാര്യം. ഈ എല്ലാ മൂവീസിലും എടുക്കുവാണെങ്കിൽ അതിലൊരു ഉത്സവത്തിന്റെ ഒരു മൂഡ് എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? സാറിനോട് ഞാൻ ആദ്യം ചോദിച്ചു നോക്കട്ടെ സാറേ, ഉത്സവങ്ങളിൽ സിനിമ വിടുക, അല്ലാണ്ട് ഉത്സവത്തിൽ പോയിട്ട് അലമ്പാക്കിയ കാര്യങ്ങളോ തമാശകളുള്ള കാര്യങ്ങളോ ഉത്സവത്തിന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം ഉത്സവങ്ങളെ പറ്റി എന്താണ് ഓർമ്മ വരുന്നത്? അല്ല, ഞാൻ ഒറ്റപ്പാലത്ത് ചെനക്കത്തൂർ കാവുണ്ട്. ചെനക്കത്തൂർ കാവിലെ ഭഗവതിയാണ്. ഞങ്ങളൊക്കെ ഭഗവതിയുടെ തട്ടകത്തിലുള്ള ആൾക്കാരാണെന്നാണ്. അപ്പോൾ ആ ഉത്സവത്തിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂരം 10 ദിവസം മുമ്പ് മുളയിടുക എന്നാണ് പറയുക. അപ്പോൾ ഈ കൊടി കയറുന്നതിന് അവിടെ പറയുന്നത് പൂരം മുളയിടുക എന്നാണ്. അപ്പോൾ കൊടി കയറി കഴിഞ്ഞാൽ എല്ലാ ആളുകളും അയ്യോ തല്ലിക്കൊല്ലണേ എന്ന് വിളിച്ചു പറയും. അപ്പൊ അത് പഴയൊരു വിശ്വാസത്തിന്റെ എന്തോ ഭാഗമാണ്. അപ്പം ആ കാലത്ത് രാത്രി സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞ് പോകുന്ന പിള്ളേര് മുഴുവൻ അയ്യോ തല്ലിക്കൊല്ലണേ എന്ന് പറഞ്ഞിട്ട് ഒച്ചയിട്ടിട്ടാണ് പോവുക. അപ്പൊ എൻ്റെ വീട് റോഡ് സൈഡിലാണ്. അപ്പൊ നാട്ടിൽ നിന്ന് ബന്ധുക്കള് പിള്ളേരൊക്കെ വെക്കേഷൻസിനൊക്കെ വരും, ഈ ഉത്സവത്തിനൊക്കെ വരും. അപ്പൊ അവർക്ക് അറിയില്ല ഇത്. അപ്പൊ രാത്രി ഇവര് ഞെട്ടി എഴുന്നിട്ട് വെള്ളം വിളിക്കും, ആരെയോ തല്ലിക്കൊല്ലുന്നുണ്ട്.
അത് ഒറ്റപ്പാലത്തിന് മാത്രമുള്ള ഒരു സാധനമാണ് ഈ അയ്യോ തല്ലി കൊല്ലൻ തച്ചു കൊല്ലണ എന്നാണ് പറയാറ്. പിന്നെ ഒറ്റപ്പാലത്ത് നിന്ന് 6 കിലോമീറ്റർ ദൂരെയാണ് ഈ കാവ്. അപ്പൊ ഈ 6 കിലോമീറ്റർ നട്ടപ്ര വെയിലത്ത് നടന്നു പോവും. ഈ കുതിരേനെയും പണ്ടാറക്കുതിര എന്നാ പറയാ, വലിയ കുതിരയാണ്. ആ കുതിരേനെയും പിന്നെ ആനയുടെയൊക്കെ എഴുന്നള്ളിപ്പ് പോവുമ്പോൾ അതിന്റെ കൂടെ എല്ലാവരും നല്ല വെള്ളത്തിലായിരിക്കും, അല്ലാണ്ട് നടക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ആ ഉത്സവത്തിന് പോകുമ്പോ തണലുള്ള സ്ഥലം നോക്കി ഇങ്ങനെ മാറി നിന്നിട്ട് ഈ വെയിലത്ത് പോകുന്ന ചെറുപ്പക്കാരെ കാണുമ്പോൾ അത്ര കാക്കക്കാലിന്റെ തണലില്ലാത്ത വഴികളിലൂടെ ഈ 6 കിലോമീറ്റർ നടന്നിട്ടാണ് പോകും. പക്ഷെ ആരും അറിയില്ല ആ ആവേശം ആ പ്രായത്തിന്റെ ഉണ്ടാവും. ആ കാലത്തെ കാര്യങ്ങളൊന്നും കൂടെ നമുക്കൊന്നും കൂടെ ചോദിച്ചറിയുകയാണെങ്കിൽ എത്ര രുക്മിമാരുണ്ടായിരുന്നു അവിടെ? നമ്മുടെ രുക്മിണിമാരെ നമ്മൾ ഇവിടെ ഇപ്പൊ കണ്ടോണ്ടിങ്ങനെ പാക്കുത്തി കണ്ടോണ്ടിരിക്കുന്ന രുക്മിണിമാര് എന്ന് പറയുന്ന പോലെ അല്ല, അവിടെ ഒരു ഞാൻ വളരെ ചെറിയ പയ്യനായിരുന്നു. ഇപ്പോഴും വലുതായി എന്നല്ല പറയണ. അന്ന് തീരെ അതിനേക്കാൾ ചെറിയ പയ്യൻ. അതെ, വളരെ മെലിഞ്ഞ് ഉണങ്ങിയ ഒരാളായിരുന്നു. ഞാൻ ഡിഗ്രി കഴിയുന്നവരെ എനിക്ക് മീശ പോലും ഇല്ല, ഇപ്പോഴും വലുതായിട്ടില്ല എന്നാലും. അപ്പൊ ആ കാലത്ത് പെൺകുട്ടികളോട് പ്രണയം പറയുന്നതിൽ അർത്ഥമില്ല എന്ന് അറിയാവുന്ന എനിക്ക് എല്ലാ കാലത്തും വകതിരിവുണ്ടായിരുന്നു. ഇത് എവിടെ ഏൽക്കും എവിടെ ഏൽക്കില്ല എന്നുള്ളതുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി മെനക്കെട്ടിട്ടില്ല. പിന്നെ പഠിക്കുന്ന സമയത്തും കോളേജിലും ഒക്കെ ഇനിയിപ്പോ ഒരു പെൺകുട്ടിയോട് ഒരു ഇഷ്ടം തോന്നി നമ്മളൊന്ന് അടുത്ത് കൂടിയ തന്നെ മൂപ്പത്തിയാര് നമ്മളോട് പിന്നീട് ആവശ്യപ്പെടുക വേറെ ഏതെങ്കിലും പയ്യനൊരു കത്ത് കൊടുക്കാമോ. അപ്പൊ ദൈവമേ. അതെ, ഹംസമാണ്, സ്ഥിരം ഹംസമാണ്.